അവൻ ആഗ്രഹിക്കുന്നതെന്തും ഞൊടിയിട നേരത്തില് ഗായത്രി ദേവി അവന് സാധിച്ചു കൊടുക്കും. അത് കാണുമ്പോ എനിക്കും എനിക്കും ആശ തോന്നി. എന്റെ മക്കളെയും വിശാലിനെ പോലെ രാജകീയ സൗഭാഗ്യങ്ങൾ നൽകി വളർത്തണമെന്ന്. അതിനുള്ള ഒരു മാർഗവും അന്ന് എന്റെ മുമ്പിൽ തെളിഞ്ഞിരുന്നില്ല. അപ്പോഴാ ഗായത്രി ദേവിയെ ശേഖരമേനോൻ കൊല്ലുന്നതും വിശാല് അമ്മയില്ലാത്ത കുട്ടിയായിട്ട് മാറുന്നതും. ഞാൻ ആ അവസരം വളരെ ബുദ്ധിപൂർവം തന്ത്രപൂർവം മുതലെടുത്തു. നിന്നോട് ഇപ്പൊ ഞാൻ തുറന്നു പറയാം. സത്യത്തില് നിങ്ങളെ നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയാ ഞാൻ ഗോപിയേട്ടനെ സ്നേഹം കൊടുത്ത് കീഴ്പ്പെടുത്തിയത്. അങ്ങനെയാ അദ്ദേഹം എന്നെ വിവാഹം കഴിക്കുന്നതും നിങ്ങളുടെ അച്ഛനായിട്ട് മാറുന്നതും. അങ്ങനെയാ ഞാൻ ഇവിടുത്തെ മരുമകളായിട്ട് വന്ന് കയറുന്നത്. ഇവിടെ ഈ കുടുംബത്തിലെത്താൻ വേണ്ടി ഞാൻ നടത്തിയത് ചില്ലറ ശ്രമങ്ങളൊന്നും ആയിരുന്നില്ല. ഇവിടെ വന്ന് കയറിയത് മുതൽ ഇവിടുത്തെ സ്വത്തുക്കൾ എന്റെ മക്കൾ അറിയാതെ കുറ്റപ്പെടുത്തിയത്. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. എടാ മോനെ, എന്റെ പോരാട്ടം ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് നിനക്കറിയില്ലേ? വിശാലും പാർവതിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയെങ്കിലും ഈ സ്വത്തുക്കളുടെ പൂർണ്ണ അവകാശം ഇതേവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ആ പാർവതി വിശാലിനൊപ്പം നിഴല് പോലെ കൂടെയുള്ളപ്പോ സ്വത്തുക്കളുടെ അവകാശം പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടാൻ വേണ്ടി ഇനിയും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ആ പാർവതിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു തുറന്ന യുദ്ധം തന്നെ നടത്തിയാലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ അതിനുള്ള പടയൊരുക്കത്തിലാണ്. ആന്റി എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇതെങ്ങോട്ടാ അണിഞ്ഞൊരുങ്ങി പോകുന്നത്? രാവിലെ മുതൽ നീ എവിടെയായിരുന്നു? അത് ഞാൻ ഈയിടെയായിട്ട് നിന്നെ ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. നിനക്കെന്താ ഇത്രയും തിരക്ക്? നീ എവിടേക്കാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുങ്ങുന്നത്? നീ ഡിസ്ലറിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. വിനയ് പറഞ്ഞു. 4-5 പേര് മരിച്ചു അല്ലേ? എല്ലാം നിന്റെ ഐഡിയ ആയിരുന്നു. ഒരുപാട് ലാഭം കിട്ടുമെന്ന് നീ പറഞ്ഞിട്ടാ മദ്യക്കച്ചവടത്തിലേക്ക് ഞാൻ ഇറങ്ങിയത്. അതിന് ലാഭം ഇതുവരെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ജയിൽ ശിക്ഷ അനുഭവിക്കാതിരിക്കണമെങ്കിൽ കോടികൾ ചെലവാക്കേണ്ട സ്ഥിതിയും വന്നു. അല്ല ആന്റി, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാ? മദ്യദുരന്തം ഉണ്ടായത് ഞാൻ കാരണമല്ലല്ലോ ആന്റി. അതെ, ഇനിയിപ്പോ അതൊക്കെ നീ അങ്ങ് പറഞ്ഞാ മതി. അതെ,
നിന്റെ ഒരു വാക്ക് കേട്ടിട്ട് ഡിസ്ലറി തുടങ്ങാൻ പോയ ഞങ്ങളെ വേണം പറയാൻ. ഈ കേസ് ഒതുക്കി തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനും എന്റെ മോനും കൂടി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ആ സ്ഥിതി എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ച് ഭ്രാന്തി പിടിച്ചിരിക്കുക ഞാൻ. ആന്റിയും വിനയും ഇതിന്ന് രക്ഷപ്പെട്ട പോരെ? മദ്യ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട പോരെ? അതെങ്ങനെ സാധിക്കും റിയ? എന്താ എന്താ നിന്റെ മനസ്സിലുള്ളത്? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതുപോലെ ഒരു ഐഡിയ ഉണ്ട്. വിശാലിനെയും കുരുക്കാം, കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. നീ ഐഡിയ ഒന്ന് പറയറിയ. ഞാൻ ഇന്നൊന്ന് വിശാലിനെ പോയി കാണാം. എന്നിട്ട് നമ്മുടെ കമ്പനി ഇപ്പൊ നഷ്ടത്തിലാണെന്നും അത് ലാഭത്തിലെത്തിക്കണമെങ്കിൽ വിശാല് തന്നെ കമ്പനിയുടെ ചുമതല ഏൽക്കണമെന്നും പറഞ്ഞ് അവനെ നിർബന്ധിക്കാം. അതാണ് ആന്റിയുടെ തീരുമാനമെന്നും പറയാം. എന്നിട്ടെന്താ, അവൻ കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അപ്പോ സ്വാഭാവികമായും മദ്യ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വവും കേസുമൊക്കെ അവന്റെ തലയിലാവും. എപ്പടി? റിയ, ഈ ഐഡിയ കൊള്ളാം, നല്ല ബുദ്ധിയാ. എന്നാ ഞാൻ പോയി വിശാലിനെ കാണട്ടെ. ചെല്ല്. ഇപ്പൊ തന്നെ അവനെ ചെന്ന് കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്ക്. ശരി ആന്റി. അതെ, ഇതുപോലൊരു സുന്ദരിയായ പെണ്ണിനോടൊപ്പം ഇങ്ങനെ ബൈക്കിൽ യാത്ര പോകുന്നത് ഒരു പ്രത്യേക സുഖമുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു ബൈക്ക് യാത്ര ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നതേയില്ല. ജീവിതത്തിന്റെ ഏറിയ പങ്കും ഞാൻ അമേരിക്കയിലാണ് കഴിഞ്ഞിരുന്നെങ്കിലും ഇങ്ങനൊരു അനുഭവം ഇതാദ്യമായിട്ടാണ്. അവിടെ അമേരിക്കയിൽ ഞാൻ വില കൂടിയ പല സ്പോർട്സ് കാറിലും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും കിട്ടാത്ത സുഖമാണ് ഇപ്പൊ കിട്ടുന്നത്. കുണ്ടും കുഴിയും വളവും തിരിവുള്ള ഈ റോഡിലൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടിയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിക്കും ഒരു സ്വർഗീയ സുഖം തന്നെയാണ്. ഓഹോ, ഇതൊക്കെ കേട്ടിട്ട് ബൈക്കിന്റെ പുറകിലിരുന്ന് ചിരിക്കാണല്ലേ? ചുമ്മാതിരിക്ക, ബൈക്കിന്റെ ബാലൻസ് തെറ്റുന്നു, വീഴും. അല്ല, ചിരിക്കുന്നല്ലാതെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ വാ തോരാതെ സംസാരിക്കുന്ന ആളല്ലേ? ഇപ്പൊ എന്താ മിണ്ടാത്തെ? നാണം വരുന്നുണ്ടോ? വെറുതെ ഇരിക്കേ. ബൈക്ക് ഓടിക്കുന്നോണ്ടായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അവിടെ എത്തിയിട്ട് ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ തരുന്നുണ്ട്. അതുള്ള എന്ത് പറഞ്ഞാലും ചിരി മാത്രമേ ഉള്ളൂ. എന്താ ഒന്നും മിണ്ടാത്തെ? അതിനും ചിരി മാത്രമേ ഉള്ളോ? എന്താ ബൈക്കിൽ കയറിയത് മുതല് വല്ല മൗനവ്രതത്തിലുമാണോ? മൗനവ്രതം എടുക്കുന്ന ആള് ചിരിക്കാൻ പാടുണ്ടോ? അല്ല, എനിക്ക് ഈ മൗനവ്രതത്തിന്റെ രീതിയൊന്നും അറിയില്ല, അതുകൊണ്ട് ചോദിക്കുന്ന. അതോ എത്തേണ്ടടത്തെ എത്തിയിട്ട് സംസാരിക്കുമെന്ന് വല്ല വാശിയുണ്ടോ? ഇതെന്താ, ഊമ പെണ്ണാണോ? താൻ എപ്പം മുതലാ ഊമ പെണ്ണായിട്ട് മാറിയത്? ദേ വീണ്ടും ചിരിക്കുന്നു. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, എന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു നിന്നെയും കൊണ്ട് ബൈക്കിൽ ഇതുപോലൊരു യാത്ര. താൻ ഇങ്ങനെ വല്ലതും പ്രതീക്ഷിച്ചിരുന്നോ? ഈ പിച്ചതിന്റെ അർത്ഥം എന്താ? ഇങ്ങനൊരു യാത്ര പ്രതീക്ഷിച്ചിരുന്നെന്നാണോ? പറയണോ? ഇങ്ങനൊരു യാത്ര താൻ പ്രതീക്ഷിച്ചിരുന്നോ? ശരി, താൻ മിണ്ടണ്ട. എന്തായാലും ഇതുപോലൊരു യാത്ര താൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തനിക്ക് എന്നെ പിച്ച. ഇല്ലെങ്കിൽ താൻ മിണ്ടാതിരുന്നോ? താൻ എന്നെ പിച്ചതിൽ നിന്ന് ഈ യാത്ര താൻ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും
ആദ്യം നമുക്ക് അവിടെ എത്താം. ജിതിൻ, പ്രിയ, നീ ഇത് എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് നിന്നെ കാത്തു നിൽക്കുക. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം പ്രഭാവതി വന്ന് എന്നോട് കുറെ അധികം സംസാരിച്ചു. അവരോട് മറുപടി പറഞ്ഞ നേരം വൈകിയത്. ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്ന കാര്യം നിനക്കറിയില്ലേ? അവരോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങോട്ടേക്ക് പോരാൻ പാടില്ലായിരുന്നു. ജിതിൻ, അവരതിനെന്നെ വിടണ്ടേ? അവർക്ക് എന്നെ ഒരേ സംശയം. ഇപ്പോ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാനില്ല. ഞാൻ എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു, അങ്ങനെ കുറെ ചോദ്യങ്ങളും. പിന്നെ അവരുടെ മോൻ വിനയ് അവിടെ സുഖമില്ലാതെ കിടക്കുക. അവനെ ഗൗനിക്കുന്നില്ല, അവനെ പരിചരിക്കുന്നില്ല, അങ്ങനെ കുറെ അധികം പരാതികളും. പോരാത്തതിന് അവരുടെ ഡിസ്ലറിയിൽ നിന്നും വിറ്റുപോയ മദ്യം കഴിച്ച് ഏതാണ്ട് 5 പേരോളം ചത്തു. അതിന്റെ കുറ്റം എന്റെ തലയിൽ. അങ്ങനെ ചോദ്യവും ഉത്തരവായി എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം. ഇത് വിജയിക്കില്ല. നീ വിചാരിച്ച വിജയിക്കും. നിനക്ക് ധൈര്യമില്ലെങ്കിലേ വല്ല മുഖംമൂടിയും ധരിച്ച് ഞാൻ തന്നെ ഇത് ചെയ്യേണ്ടി വരും. ഒരു കൊലപാതകം ചെയ്ത എനിക്കാണോ ഇനിയൊരു കൊലപാതകം കൂടി ചെയ്യാൻ ഭയം? വിശാലും വിനയും നിന്റെ ശത്രുക്കളല്ലേ ജിതിൻ? അവരെ 2 പേരെയും ഒതുക്കാനുള്ള വഴിയാണ് ഞാൻ നിനക്ക് ഒരുക്കി തരുന്നത്. വിനയ് കൊല്ലപ്പെടുകയും വിശാല് ജയിലിലാവുകയും ചെയ്താൽ പ്രഭാവതി ആകെ തകരും. പിന്നീട് അവർക്ക് കമ്പനിയിലും സ്വത്തുക്കളിലൊന്നും ശ്രദ്ധിക്കാനാവില്ല. ആ അവസരം മുതലെടുത്ത് നമുക്ക് ഈ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്തി വിദേശത്തേക്ക് കടക്കാം. എനിക്ക് വേണ്ടി നീ എന്തും ചെയ്യും അല്ലേ റിയ? ഇപ്പൊ പറഞ്ഞ ഈ പ്ലാൻ നീ വിജയിപ്പിച്ചാൽ നിനക്ക് വേണ്ടി മറ്റൊരു സർപ്രൈസ് കൂടി ഞാൻ തരും. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞാൻ വിശാലിനെ കണ്ടിട്ട് നിന്നെ വിളിക്കാം. ശരി.
ഹായ് വിശാൽ. ഹായ് റിയ. റിയ റിയ എന്താ എന്നോട് തനിച്ചിവിടെ വരാൻ പറഞ്ഞു? ഈ സൗന്ദര്യം കണ്ണു നിറയെ കാണാൻ. എന്താ അതിനോട് വിശാലിന് വല്ല എതിർപ്പുണ്ടോ? എന്ത് ഹാൻസം ആണോട് തന്നെ കാണാൻ. ഒത്ത ഉയരം, അതിനൊത്ത തടി, മനോഹരമായ മുടിയിഴകൾ, ഏതു പെണ്ണിനെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പുഞ്ചിരി. സത്യം പറയാലോ, ഞാൻ മനസ്സിൽ കണ്ട് കൊതിച്ചിരുന്നത് ഇതുപോലൊരു പുരുഷനായിരുന്നു. ഒരു സത്യം കൂടി ഞാൻ പറയട്ടെ, വിനയ്ക്ക് മുന്നേ ഞാൻ വിശാലിനെയാണ് കണ്ടിരുന്നതെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കാതെ വിശാലിനെ ഞാൻ സ്വന്തമാക്കിയേനെ. അതിന് ഞാൻ പാർവതിയെ വിവാഹം കഴിച്ചു പോയില്ലേ? വിശാൽ എന്ത് കണ്ടിട്ടാ പാർവതിയെ വിവാഹം കഴിച്ചേ? എനിക്കതാ മനസ്സിലാവാത്തെ. വിശാല് അമേരിക്കയിലൊക്കെ വളർന്ന ആളല്ലേ. അവിടെ പാർവതിയേക്കാൾ മനോഹരികളായ എത്രയോ സുന്ദരികളെ കണ്ടു കാണും. അവരിലൊന്നും കാണാത്ത എന്ത് സൗന്ദര്യ വിശാല് പാർവതിയിൽ കണ്ടത്. അതുപോലെ തന്നെ പാർവതിക്ക് വേണ്ടിയ വിശാല് സ്വത്തും ബംഗ്ലാവും കമ്പനിയും എല്ലാം വിട്ട് കോളനിയിലേക്ക് പോയതും. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഞാൻ ചോദിച്ചതിന് വിശാല് മറുപടി പറഞ്ഞില്ല. പാർവതിയെക്കുറിച്ച് സംസാരിക്കാനല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. റിയയ്ക്ക് പറയാനുള്ളത് പറയും. അല്ല, കമ്പനിയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കാന്ന റിയ പറയുന്നു. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന്? വിശാൽ, കമ്പനിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ വിശാൽ തന്നെ വീണ്ടും അധികാരത്തിൽ വരണം. വിനയെ അവന്റെ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് ആ ഉത്തരവാദിത്തം വിശാൽ ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലെത്തിക്കാൻ സാധിക്കൂ. മാത്രമല്ല, വിനയുടെ ആരോഗ്യവും ശരിയല്ല. വിനയെ അസുഖം ബാധിച്ച് കിടക്കുകയല്ലേ. എല്ലാ പ്രോബ്ലം ഒരുമിച്ച് വന്നപ്പോൾ ആൻറ്റി ആകെ ടെൻഷനായിരിക്കുക. ആൻറ്റിക്കൊന്നും പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വിശാൽ കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാവൂ. ഏയ്, അതൊന്നും വേണ്ട. കമ്പനിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്താൽ അത് വിനയ്ക്ക് ഇഷ്ടാവില്ല. മാത്രമല്ല, എനിക്കതിന് പാർവതിയുടെ അനുവാദം ചോദിക്കണം. പാർവതിയുടെ അഭിപ്രായം എന്തിനാ? ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ടും വിശാലിന്റെ തലയിലോട്ടൊന്നും കേറിയില്ലേ? തൽക്കാലം ഞാൻ കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കുന്നില്ല റിയ. ഞാൻ അമ്മയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൂടെ നിൽക്കാം. അമ്മ തന്നെ കമ്പനി നോക്കി നടത്തിക്കോട്ടെ. ഇത് വിശാലിന്റെ അമ്മയുടെ കമ്പനിയാണ്. അത് വിശാൽ മറക്കരുത്. അത് നഷ്ടപ്പെടാതെ രക്ഷപ്പെടുത്താനുള്ള വഴിയാണ് ഞാൻ ഈ പറയുന്നത്. അത് വിശാൽ കേൾക്കണം. ഇക്കാര്യത്തിൽ പാർവതിയുടെ അഭിപ്രായം കേൾക്കാൻ നിന്നാലേ കമ്പനി പൂട്ടിക്കെട്ടേണ്ടി വരും. പുറത്തുനിന്ന് വിശാൽ പ്രഭാവതി ആന്റിയെ സഹായിച്ച പോരാ, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം. ഇപ്പോഴുള്ള ഇഷ്യൂസ് വിശാല് വിചാരിച്ചാൽ മാത്രമേ തീർക്കാനാവൂ. പ്രഭാവതി ആന്റിയോട് ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ആന്റി കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ വിശാൽ അത് കേൾക്കുമല്ലോ. ഞാൻ ആന്റിയെ വിളിച്ചുതരാം. ഹലോ റിയ. ഹലോ. പറഞ്ഞോളൂ. ആന്റി, വിശാലിനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആന്റി കാര്യം വിശാലിനോട് നേരിട്ട് തന്നെ പറഞ്ഞു. അമ്മേ. വിശാൽ, കാര്യങ്ങളെല്ലാം റിയ പറഞ്ഞല്ലോ. നീ എതിരൊന്നും പറയരുത്. ഈ അവസ്ഥയില് നീ ഞാൻ പറയുന്നത് കേട്ടേ മതിയാവൂ. കമ്പനിയുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തേ മതിയാവും. എന്താ വിശാൽ, നീ ഓക്കെ അല്ലേ? നീ ഇത് ഏറ്റെടുക്കണം. ശരിയമ്മേ, ഞാൻ ഏറ്റെടുക്കാം. ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ നോക്കാം. ഞാൻ റീക്ക് കൊടുക്കാം. ആന്റി, ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പൊ ശരി ആന്റി. വിശാൽ,
വിശാൽ ഉടനെ വിനയെ പോയി കാണണം. എന്നിട്ട് വിനയുടെ കയ്യിലുള്ള ഫയലുകളെല്ലാം വിശാൽ മേടിക്കണം. കണ്ടില്ലേ, റിയ വിചാരിച്ചപ്പോ വിശാലിന് നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് വിശാൽ തിരികെ വന്നു. ആ വിശാൽ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ഞാൻ ചെല്ലട്ടെ?